ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ യാത്ര ചെയ്യണത് ഇടുക്കി ജില്ലയിലൂടെയാണ്. ഇടുക്കി ജില്ലയിലെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ചെറിയൊരു മിനി വ്ളോഗാണിത്. ഗൈസ്, വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് മലയഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൊടുപുഴ എന്നൊക്കെ ഡയറക്റ്റ് മലയഞ്ചിലേക്ക് ബസ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാട്ടർഫാൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പുഴകളൊക്കെ കണ്ട് നിങ്ങളുടെ റൈഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഒരു കാര്യം പറയാം, തിരക്കിട്ട സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുപോലെ ഗ്രാമത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഗൈസ്, നമ്മൾ ഒരു പുഴയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു തൂക്കുപാലം കാണാൻ സാധിക്കും. അതിവിടെയുള്ള ജനങ്ങൾ തന്നെ നിർമ്മിച്ചതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ പുഴയിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പുഴകളുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ വെള്ളത്തിന് അന്യായ തണുപ്പായിരിക്കും. കാരണം മലയുടെ മുകളിൽ നിന്ന് നേരെ വരുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങളൊന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഫ്രഷ് വാട്ടറാണ്. ഗൈസ്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ജനങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഗ്രാമത്തിലേക്ക് തന്നെ കയറി വരണം. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഇവരുടെ ജീവിതശൈലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ്, നമ്മളങ്ങനെ അടുത്തൊരു പുഴയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാറക്കല്ലുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഒരിടയ്ക്ക് ഇവിടെ ഉരുൾ പൊട്ടിയിട്ട് ഒഴുകി വന്നിരിക്കുന്ന പാറക്കല്ലുകളാണ് ഇത് മൊത്തം. അതുപോലെ തന്നെ ഈ ജലത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കീഴാറുകൂത്ത് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് വനത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് 1 മണിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾ കണ്ട് അന്യായ ക്ലൈമറ്റാണ്. കോടയൊക്കെ കയറി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ബൈക്കൊക്കെ ഓടിക്കാൻ വേറെ തന്നെ മൂഡാണ്. ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇവിടെയുള്ള കുറേ വ്യൂ പോയിന്റുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, പോകുന്ന വഴിക്ക് കാഴ്ചകളാണ് ഏറ്റവും അതിശയിപ്പിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുറംകെട്ടിപ്പാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലാണ്. ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്പോട്ടാണിത്. നിങ്ങൾക്ക് വരുന്ന വഴിക്ക് തന്നെ ബോർഡ് കാണാം. അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ എത്തിച്ചേരാം. സോ ഗൈസ്, നമ്മളങ്ങനെ മുറംകെട്ടിപ്പാറയിലെ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ എത്തിച്ചേരാൻ പറ്റും. ഒന്നെങ്കിൽ മെയിൻ വഴി കൂടെ നിങ്ങൾക്ക് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുറംകെട്ടിപ്പാറയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് തന്നെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4-5 കിലോമീറ്റർ ലാഭം ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, ഈ വഴിയുള്ള കാറോ ബാക്കി വാഹനങ്ങളോ സഞ്ചരിക്കത്തില്ല. ബൈക്കിനൊക്കെ ഇതിലൂടെ കയറി പോകാൻ പറ്റുന്നതാണ്. ചെറിയ രീതിയിലൊരു മിനി ഓഫ് റോഡൊക്കെ ഉണ്ട്. പുല്ല് തരുന്നുണ്ട്, തരുന്നുണ്ടെന്ന്. ഗൈസ്, ഞാൻ വണ്ടി തെന്നുന്നുണ്ടെന്ന് പറഞ്ഞതും നമ്മൾ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ടായി. വേറെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പതിയെ തന്നെയാണ് നമ്മൾ കയറി വന്നത്. പുല്ലിൽ കയറിയിട്ട് വണ്ടി സ്കിഡായതാണ്. സോ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് തന്നെ പൊക്കി നിർത്തുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നമ്മളങ്ങനെ ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകതയാണ് എപ്പോൾ വന്നാലും കോട കിട്ടും. നമ്മൾ ക്യാമറ ഓണാക്കി ഷൂട്ട് ചെയ്യാൻ സമയത്ത് കോട ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് താഴെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട കയറി വരുന്ന ഒരു സ്പോട്ടാണിത്. സോ ഗൈസ്, നമ്മളങ്ങനെ 3rd ഡെസ്റ്റിനേഷനായ പൊട്ടൻപടി വ്യൂ പോയിന്റിലേക്കാണ് യാത്ര ചെയ്യണത്. പൊട്ടൻപടി വ്യൂ പോയിന്റിലേക്കുള്ള റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഫുള്ള് തല്ലിപ്പൊളി വഴികളാണ് മൊത്തം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ട്രിപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഫാമിലിയുടെ കൂടെയാണ്. സോ നമ്മുടെ ഫാമിലിയിൽ ഒരു കാറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ വേറൊരു കാറാണ് നമ്മൾ തൊട്ട് മുന്നേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 കാറിലാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മൊത്തം വന്നേക്കുന്നത്. ഗൈസ്, നമ്മൾ വ്യൂ പോയിന്റിൽ ടോപ്പിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് അത്ര നല്ല വഴിയൊന്നുമല്ല. ചെറിയ രീതിയിൽ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ മഴയൊക്കെ പെയ്ത് നമ്മുടെ ക്യാമറയുടെ ലെൻസൊക്കെ ഫുള്ള് മിസ്റ്റായി കിടക്കുന്നതുകൊണ്ടാണ് ക്ലിയറൻസ് കുറച്ച് കുറവായേക്കണത്. അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഏകദേശം വ്യൂ പോയിന്റ് എത്താറായിട്ടുണ്ട്. നമ്മൾ വണ്ടികളൊക്കെ പകുതി വരെ പോകത്തുള്ളൂ. കാറ് കാര്യങ്ങളൊക്കെ താഴ്ത്തി നിർത്തിയിട്ടുണ്ട്. ഹിമാലയ ആയതുകൊണ്ട് നമ്മൾ കയറി വന്നിട്ടുണ്ട്. സോ മണ്ടയിലേക്ക് നമുക്ക് കയറി പോവാം. ഹിമാലയ ആയതുകൊണ്ട് തന്നെ അടിച്ച് കയറി പോകാൻ വേറെ തന്നെ മൂഡാണ്. ഗൈസ്, ഈ ഒരു സമയത്ത് ഇവിടെ വേറെ ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ. നിങ്ങൾ വരുമ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ക്ലൈമറ്റും
കിട്ടുന്ന എക്സ്പീരിയൻസും വേറെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് കാണാം ഇരുവശം ഫുള്ള് കോടയാണ്. കോടയുടെ കൂടെ അതിഭീകരമായ കാറ്റെന്ന് വെച്ചാൽ പറത്തിക്കൊണ്ടോണ കാറ്റിനെ അടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരാണ് ടോപ്പിലേക്ക് കയറുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായി. പിന്നെ ഫാമിലിയിൽ കുറേ ആൾക്കാരൊക്കെ താഴത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമ്മൾ ട്രെക്ക് ചെയ്ത് വണ്ടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ താഴത്ത് പാർക്ക് ചെയ്തിട്ട് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 500 മീറ്റർ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് വ്യൂ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ടോപ്പിലുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് ഇവർ പറയണത്. നമ്മുടെ കസിൻസ് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. ചെറിയൊരു അപ്ഡേറ്റ് തരാം. ഇങ്ങനെയുള്ള സ്പോട്ടിലൂടെ നിങ്ങൾ ട്രെക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ ലൈറ്ററോ അല്ലെങ്കിൽ സാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്തായാലും അട്ട ഉണ്ടാവും. അട്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേത്ത് കയറും. സോ ലൈറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കത്തിച്ച് കളയാം. ഉപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അട്ട നിങ്ങളുടെ മേത്ത് നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. സോ സേഫായിട്ട് പോകാൻ നോക്കുക. ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാ 360യുടെ ഒരു ബാറ്ററി ഡെഡായി. രണ്ടാമത്തെ ബാറ്ററി വണ്ടിയിലെ ടോപ്പ് ബോക്സിലാണ് ഇരിക്കുന്നത്. അതാണ് ഈ എടുത്തുകൊണ്ട് വരാനും നമ്മൾ മറന്നുപോയി. വ്യൂ പോയിന്റ് കാണാനുള്ള തിടുക്കത്തിൽ ഓടിക്കയറി വന്നതാണ്. അതെടുക്കാൻ വിട്ടുപോയി. പിന്നെ കോടയാണ്. കോട കാരണം താഴത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കോടയാണെങ്കിൽ അടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കോട മാറിക്കഴിഞ്ഞാൽ ഭാഗ്യമാണെങ്കിൽ നമുക്ക് താഴത്തെ വ്യൂ കാണാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോൾ 360-ലല്ല ഷൂട്ട് ചെയ്യണത്, ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. സോ അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ടാവും. സോ കോട ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. താഴത്തേക്കുള്ള ചെറിയ രീതിയിൽ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങോട്ടത്ത് നിങ്ങൾക്ക് ഒരു ഡാം ഒഴുകുന്ന കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുള്ള് പൊട്ട് പോലെ വീടുകളൊക്കെ നമുക്ക് താഴത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ക്ലൗഡൊക്കെ നിൽക്കുന്നത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ. സോ ഇത് നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലബിൻ്റെ ഫ്ലാഗൊക്കെ അവിടെ കിടന്ന് പറക്കുന്നുണ്ട്. ഇത്രയും പച്ചപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഇരിക്കുന്ന കാണാൻ വേറെ തന്നെ വൈബാണ്, മൂഡാണ്. പിന്നെ ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും വരണം. ഇതിൻ്റെ മണ്ടയിലുള്ള സ്പോട്ട് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുള്ള സ്ഥലമുണ്ട്, ട്രെക്ക് ചെയ്യാനും ഉണ്ട്. സോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ കുളമാവ് ഡാമിലേക്കാണ് യാത്ര ചെയ്യണത്. ഡാമിലേക്കുള്ള വഴി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഡാമിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മളവിടെ വെച്ച് വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഡാമിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മളങ്ങനെ ഡാമിലെത്തിയിട്ടുണ്ട്. ഡാമിലെത്തിയപ്പോൾ ഡാമിൻ്റെ ഏരിയയിൽ ഫുള്ള് കോട, മഴയും കോടയും. ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. നിങ്ങൾ കുളമാവ് ഡാമിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവൽ ഷിപ്പ് കാണാൻ പറ്റുന്നതാണ്. ഇത് എന്തിനാണോ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കണ്ടു, നിങ്ങളെയും കൂടി നമ്മൾ കാണിച്ചു തരുവാണ്. തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങി, മൺസൂൺ തുടങ്ങി. ഇനിയിപ്പോൾ കോടയും മഞ്ഞും മഴയൊക്കെ ആയിട്ടുള്ള വേറൊരു ലോകമായിട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ബയോയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. എനിക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓരോ മാസവും പല പല സ്ഥലത്തേക്ക് റൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.